Welcome back to Bina's Competitive Mastery Kotamangalam, and also welcome to our English class. So dear students, നമ്മൾ ഇന്നിവിടെ 8ാം ക്ലാസ്സിലെ യൂണിറ്റ് 1 എന്താണ് യൂണിറ്റ് 1ൻ്റെ പേര്? ഹ്യൂസ് ആൻഡ് വ്യൂസ്. ഹ്യൂസ് ആൻഡ് വ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർണ്ണങ്ങളും കാഴ്ചകളും എന്നാണ് ഹ്യൂസ്. അതായത് വർണ്ണങ്ങൾ, പല പല നിറത്തിലുള്ള വർണ്ണങ്ങൾ. എന്താണ് ഹ്യൂസിൻ്റെ മീനിങ്? എന്താണ് വർണ്ണങ്ങൾ എന്നാണ്. ഈ നിറങ്ങൾ അതിൻ്റെ ഒരു എക്സാക്റ്റ് അല്ലെങ്കിൽ നമ്മളൊന്ന് വർണ്ണിച്ച് എങ്ങനെ പറയാം? പല രീതിയിൽ ഓരോ കളേഴ്സിന് എന്തുണ്ട്, അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്, അതിൻ്റെ ഓരോ വിഷൻസും ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ. അപ്പോൾ ഈ ഒരു യൂണിറ്റും അങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരുപാട് വാല്യൂസ് ഉള്ള കഥകളും നമുക്ക് അതിൽ നിന്ന് ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള എലമെൻസും എല്ലാം നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത്. ഓക്കെ, എന്താണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്? ദ മിസ്റ്റീരിയസ് പിക്ചർ. എന്താണ്? ദ മിസ്റ്റീരിയസ് പിക്ചർ. ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത് ചാൾസ് ഡി കസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓഥറാണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും എന്താണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നതെന്നും എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, യൂണിറ്റ് 1 ഹ്യൂസ് ആൻഡ് വ്യൂസ്. ഇതാണ് നമ്മുടെ ഓഥർ. ചാൾസ് ഡി കസ്റ്റർ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഓഥറാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചാൾസ് ഡി കസ്റ്ററിനെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഫൈൽ ചെക്ക് ചെയ്യാം. ഓക്കെ, ഓഥറിൻ്റെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യാം. ചാൾസ് ഡി കസ്റ്റർ 1827 to 79. അദ്ദേഹം ജീവിച്ചിരുന്ന വർഷമാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ദ ഫാദർ ഓഫ് ബെൽജിയൻ ലിറ്ററേച്ചർ വാസ് ബോൺ ഇൻ മുനിച്ച്. ഹിസ് മാസ്റ്റർപീസ് ഈസ് ദ ലെജൻഡ് ഓഫ് ടിൽ ഉലൻസ്പിങ്കൽ ആൻഡ് ലെയിം ഗോട്ട്സെക്, a 16th century romance which was barely read in Belgium because it did not meet up to the conventional standards of Belgian nationalism. But it gained popularity all over the world. It is considered as one of the classics in Belgian literature. എന്താണ്? ഇദ്ദേഹം ബെൽജിയം ലിറ്ററേച്ചറിസ്റ്റാണ് അല്ലെങ്കിൽ ഓഥറാണ്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് വർക്ക് എന്ന് പറയുന്നതാണ് ദ ലെജൻഡ് ഓഫ് ടിൽ ഉലൻസ്പിങ്കൽ. ഓക്കെ, ഉലൻസ്പിങ്കൽ ഉലൻസ്പിങ്കൽ എന്നും പറയും. ആൻഡ് ലെയിം ഗോട്ട്സെക്. ഓക്കെ, ലെയിം ഗോട്ട്സെക് എന്ന് പറയുന്ന ആ ഒരു കൃതി, അതാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് വർക്ക് എന്ന് പറയുന്നത്. ആ 16th century റൊമാൻസ്, അത് 16th century അല്ലെങ്കിൽ റൊമാൻറ്റിക് പീരീഡ് എന്ന് പറയുന്ന ആ ഒരു പീരീഡിൽ എഴുതിയിരിക്കുന്ന ഒരു കൃതിയാണ്. which was barely read in Belgium because it did not meet up to the conventional standard of Belgian nationalism. But it gained popularity all over the world. ശരിക്കും ഈ ഒരു കൃതി ബെൽജിയം നാഷണലിസം അല്ലെങ്കിൽ അവിടെ അത്ര ഫേമസ് ആയില്ലെങ്കിലും ഇദ്ദേഹം അറിയപ്പെടുന്നത് ഈ ഒരു കൃതിയുടെ പേരിലാണെന്നാണ് പറയുന്നത്. It is considered as one of the classics in Belgian literature. ബെൽജിയം ലിറ്ററേച്ചർ അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ ക്ലാസിക്കൽ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്റ്റഡീസ് എന്നൊക്കെ പറയുന്ന ആ ഒരു കൂട്ടത്തിൽ നമ്മുടെ ഈ ഒരു കൃതി എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ മോഡൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ ബെൽജിയം ലിറ്ററേച്ചർ, ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ക്ലാസിക്കൽ ബെൽജിയം ലിറ്ററേച്ചർ ആണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കൃതിനെ പറ്റി പറയുന്നത്. ഓക്കെ, ഇതാണ് ചാൾസ് ഡി കസ്റ്റർ. അപ്പോൾ നമുക്കിനി നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ദ മിസ്റ്റീരിയസ് പിക്ചർ. Let's read a story from the legend of glorious adventures of Till Eulenspiegel. It narrates an interesting episode from the life of an artist. ഈ ഒരു ടിൽ ഉലൻസ്പിഗൽ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ നോവലുകളിലെ ഒരു ക്യാരക്ടറിൻ്റെ പേരാണ്. ഇദ്ദേഹം ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഒരുപാട് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് എന്തെന്ന് പറയുന്നത് ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റോറിയുടെ ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ദ മിസ്റ്റീരിയസ് പിക്ചർ വാസ് ടിൽ. ഓക്കെ, ഇതൊരു അഡ്വഞ്ചറസ് ആണ്. ഇദ്ദേഹം ഈ ടിൽ എന്ന് പറയുന്ന ഒരാളെന്ന് പറയുന്നത് ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. നമ്മൾ ഈ തെനാലിരാമൻ എന്ന് പറയുന്ന കഥ കേട്ടിട്ടില്ലേ നിങ്ങളെല്ലാവരും? തെനാലിരാമൻ്റെ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് ടിൽ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥകളിലെ
ഒരു കഥ ആണ് നമുക്കിന്നിവിടെ പഠിക്കാനുള്ളത്. ഈ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിങ്ങോടുകൂടിയാണ്. അതായത് ഒരു ആർട്ടിസ്റ്റിൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ഇദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളിലൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്റ്റോറി ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പാരാഗ്രാഫ് നോക്കാം. Till, in the course of his wanderings from court to court, rode to the palace of the Archduke of Battenberg on his donkey. അപ്പം എന്താണ് പറയുന്നത്? ടിൽ എന്ന് പറയുന്ന ആള് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എങ്ങോട്ട്? കോർട്ട് ടു കോർട്ട്, ഒരു കോർട്ടിൽ നിന്നും അടുത്ത കോർട്ടിലേക്ക്. റോഡ് ടു ദ പാലസ് ഓഫ് ദി ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് ഓൺ ഹിസ് ഡോങ്കി. അയാളുടെ കഴുതയുടെ പുറത്ത് ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് എന്ന് പറയുന്ന ഒരു പാലസ് പ്ലേസ് ആണ്. അതിൽ കൂടി ഈ ഒരു കുതിരയായിട്ട് ഒരു സഫാരി അല്ലെങ്കിൽ റോഡ് എന്ന് പറഞ്ഞാൽ സഫാരി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സഫാരി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവ്രി വൺസ് അറ്റൻഷൻ. ഇദ്ദേഹത്തിൻ്റെ വസ്ത്രാലങ്കാരം എങ്ങനെയാണ്? അപ്പിയറൻസ് എന്ന് പറയുന്നാൽ രൂപഭംഗിയും അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രവും എങ്ങനെയാണ്? വളരെ അട്രാക്റ്റീവാണ്. എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ ഇയാൾ എന്താണ് ഈ ധരിച്ചിരിക്കുന്നത്, വാട്ട് വാസ് ഹി വെയറിങ്, എന്ത് തരത്തിലുള്ള ഒരു ഡ്രസ്സാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു ഇതോടുകൂടിയാണ് എല്ലാവരും അദ്ദേഹത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹിസ് ക്യാപ്പ് വാസ് സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ് ആൻഡ് ദ 3 bright feathers on it danced in the breeze as he rode. അദ്ദേഹം ഈ കുതിര ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം വെച്ചിരിക്കുന്ന ഒരു ക്യാപ്പുണ്ട്. ആ ക്യാപ്പിൽ എന്തുണ്ട്? 3 ഫെതേഴ്സ് ഉണ്ട് അല്ലേ? ആ 3 ഫെതേഴ്സും ഇങ്ങനെ കാറ്റിൽ പറന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ആ തൊപ്പിയുടെ ആ ഒരു പ്രത്യേകതയായിരിക്കാം അത്. At the main entrance to the palace, the captain of the guards called out to him, "Hey there, you fellow on the donkey." ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പാലസിൻ്റെ എൻട്രൻസിൽ നമ്മുടെ ഒരു ക്യാപ്റ്റൻ നിൽപ്പുണ്ട്. ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വാച്ച്മാൻസ് ഇല്ലേ, പാലസിൻ്റെ പുറത്ത് നിൽക്കുന്ന ആൾ. അദ്ദേഹം ഇങ്ങനെ ചോദിക്കുകയാണ്, ഹലോ, ഹെയ് ഫെല്ലോ, ആ ഡോങ്കിയുടെ പുറത്തിരിക്കുന്ന എടോ താൻ അവിടെ നിന്ന് നിന്നേ എന്ന് പറയുകയാണ്. ഹെയ് ദയർ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. വി ഡോണ്ട് എലോ എനി ലോഫേഴ്സ് ഹിയർ. ഞങ്ങൾ ലോഫേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സമയം കളയാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ക്രേസി ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആൾക്കാർ, അവരാണ് നമ്മൾ ലോഫേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെയൊന്നും ഞങ്ങൾ പാലസിൻ്റെ ഉള്ളിൽ കയറ്റില്ല എന്ന് പറയാണ്. യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലൈക്ക് സ്കെലിറ്റൻസ്. അദ്ദേഹം എന്തും കൂടി ചേർത്തു, നിന്റെ ഈ ഡോങ്കീനെ കണ്ടാലറിയാം എന്താണ്, നിങ്ങൾ അസ്ഥിക്കൂടത്തിൻ്റെ പോലെയാണ് ഇരിക്കുന്നത്, ലുക്ക് ലൈക്ക് സ്കെൽറ്റേഴ്സിനെ പോലെയാണ് നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി നമ്മുടെ കോർട്ട് ഗാർഡ് പറയാണ്. We'll move to the second paragraph. The captain of the guards was a tall, well-built, red-haired man of about 25. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ഗാർഡിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണ്? വാസ് ഭയങ്കര ടോളാണ്, വെൽ ബിൽഡാണ്, നല്ല ബോഡി ബിൽഡിംഗ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന 6 pack ബോഡിയൊക്കെ ഉള്ളൊരു വെൽ ബിൽഡ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ്. ഇദ്ദേഹത്തിൻ്റെ മുടിയുടെ കളർ എങ്ങനെയാണ്? ദാറ്റ് വാസ് എൻ റെഡ് കളർ. മാൻ ഓഫ് എബൌട്ട് 25, ഒരു 25 വയസ്സുള്ള ഒരു യങ് ആണ് അദ്ദേഹം. ഹി വാസ് ഹാൻഡ്സംലി ഡ്രസ്ഡ് ഇൻ ഹിസ് ഗോൾഡ് ബ്രെയ്ഡഡ് യൂണിഫോം. ഗോൾഡ് ബ്രെയ്ഡഡ് യൂണിഫോം എന്ന് പറഞ്ഞാൽ ഈ അരപ്പട്ടയിൽ നമ്മളിങ്ങനെ സ്വർണത്തിൻ്റെ ബെൽറ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ ധരിച്ചായിരിക്കും ഈ പാലസിൻ്റെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്നത്. അവരുടെ ഡ്രസ്സ് കണ്ടിട്ടുണ്ടോ? റെഡ് കളറായിരിക്കും അവരുടെ ഈ സ്യൂട്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഗോൾഡൻ കളർ ബെൽറ്റും ഉണ്ടാവും. ഇറ്റ്സ് പ്ലേറ്റഡ് വിത്ത് ഗോൾഡ്സ്. ഓക്കെ, അതാണ് അദ്ദേഹത്തിൻ്റെ യൂണിഫോം എന്ന് പറയുന്നത്. Till looked at him coolly and then dismounted from his donkey. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഭയങ്കര കൂലി ആയിട്ട് ഇങ്ങനെ നോക്കി, നമ്മൾ ഭയങ്കര കൂളായിട്ട് നോക്കില്ല, അതേപോലെ അദ്ദേഹം ഈ ഒരു ഗാർഡിനെ ഭയങ്കര കൂളായിട്ട് ഇങ്ങനെ നോക്കി. ആൻഡ് ദെൻ ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് മങ്കി. ഡിസ്മൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്ത് കുതിരയുടെ പുറത്ത് നിന്ന് ഇറങ്ങുന്നതിനാണ് ഡിസ്മൗണ്ടഡ് എന്ന് പറയുന്നത്. ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് മങ്കി ഹി ബൗഡ് ലോ ആൻഡ് സെഡ്. അദ്ദേഹം ഇങ്ങനെ തല ഇങ്ങനെ കുനിച്ചിട്ട് പറഞ്ഞു, മേ ഗോഡ് ബ്ലെസ് യു സർ ക്യാപ്റ്റൻ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ സർ ക്യാപ്റ്റൻ എന്ന് അദ്ദേഹം
നമ്മുടെ ടില്ല് നമ്മുടെ ഈ ഒരു ഗാർഡനോട് പറഞ്ഞു, ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെൽട്ടൺ ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. അപ്പം എന്നിട്ട് അദ്ദേഹത്തിനോട് എന്തും കൂടി കൂട്ടിച്ചേർത്തു, എന്നെ കണ്ടിട്ട് ഒരു സ്കെൽട്ടൻ്റെ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഐ ആം എന്താണ്, ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെൽട്ടൺ, അത് ശരിക്കും എന്നെ ഒരു സ്കെൽട്ടനെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്, അതെൻ്റെ തെറ്റല്ല, അതെൻ്റെ തെറ്റല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഐ ആം വെരി ഹംഗ്രി, എനിക്ക് വളരെ വിശപ്പുണ്ട്. ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ ആം ഫോഴ്സ്ഡ് ടു. I have come here because I am forced to. If you will be so good as to give me a piece of gold coat that you wear on your coat. നിങ്ങൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ നിങ്ങളുടെ എന്താണ് പീസ് ഓഫ് ഗോൾഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബെൽറ്റിൻ്റെ അവിടെ ധരിച്ചിരിക്കുന്ന പീസ് ഓഫ് ഗോൾഡ് അതെനിക്കൊന്ന് തരുമോ? ഞാൻ എന്ത് ചെയ്യും? ഗോൾഡ് കോട്ട് ദാറ്റ് യു വെയർ ഓൺ യുവർ കോട്ട്, നിങ്ങളുടെ കോട്ടിൽ ധരിച്ചിരിക്കുന്ന ആ ഒരു ഗോൾഡ് പ്ലേറ്റ് എനിക്കൊന്ന് തരുമോ നിങ്ങൾ? ഐ വിൽ ഗോ ആൻഡ് ഹാങ് മൈസെൽഫ് ബൈ ദ ടീത്ത് ഓൺ ദാറ്റ് ലാർജ് ലെഗ് ഓഫ് മട്ടൺ ആൻഡ് ദാറ്റ് ഐ സീ ഹാങ്ങിങ് ഇൻ ദാറ്റ് ബച്ചേഴ്സ് ഷോപ്പ്. അപ്പോൾ കശാപ്പുശാലയിൽ കിടക്കുന്ന മട്ടൻ്റെ കാല് അത് കഴിച്ച് ഞാൻ എൻ്റെ വിശപ്പ് മാറ്റിക്കോളാന്ന് അദ്ദേഹം പറയാണ്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കോട്ടിലുള്ള ഗോൾഡ് പ്ലേറ്റ്, ഒരു ഗോൾഡ് പ്ലേറ്റ് എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വിശപ്പടക്കിയേനെ. എങ്ങനെ? കശാപ്പുശാലയിൽ പോയിട്ട് ഞാൻ എൻ്റെ മട്ടൻ ലെഗ് വാങ്ങിച്ച് കഴിച്ച് ഞാൻ എൻ്റെ വിശപ്പ് മാറ്റിയേനെന്ന് നമ്മുടെ ടില്ല് നമ്മുടെ ഗാർഡിനോട് പറയാണ്. The captain was playing a game of chess with another office. He looked curiously at Till. അങ്ങനെ തേർഡ് പാരഗ്രാഫിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ടില്ല് ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു പുതിയൊരു ആൾ എന്തെയാണ് ചെസ്സും കളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസറായിട്ട് ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഭയങ്കര ക്യൂരിയസ് ആയിട്ട് സൂക്ഷിച്ച് ഇങ്ങനെ ഇത് ആരാണ് ഈ വന്നേക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ടില്ലിനെ നോക്കി, ക്യൂരിയസ്ലി നോക്കി. Where do you come from? He asked. നിങ്ങൾ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് നമ്മുടെ ക്യാപ്റ്റൻ ചോദിക്കുന്നു. Okay. So dear students, we can move to our side questions. That means first 3 questions. First question, where do the events in the story take place? എവിടെയാണ് ഈ സ്റ്റോറി നടക്കുന്നത്? ആ പ്ലേസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? The event of the story took place in the palace of the Archduke of Battenberg. Okay. എവിടെയാണ്? ബാറ്റൻബർഗിൽ, ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗിലാണ് ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു ഇവൻ്റ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് വി മൂവ് ടു അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. മെൻഷൻ ദ 2 സെൻട്രൽ ക്യാരക്ടേഴ്സ് യു ഐഡൻറ്റിഫൈ അറ്റ് ദിസ് പോയിന്റ്. നമ്മൾ 2 ക്യാരക്ടേഴ്സിന് ഇപ്പോൾ പഠിച്ചല്ലേ, ഏതൊക്കെയായിരുന്നു ആ മെയിൻ ക്യാരക്ടർ? ആരൊക്കെയായിരുന്നു ആ 2 ക്യാരക്ടേഴ്സ്? ടിൽ, ഉലൻസ്പീഗൽ ആൻഡ് ദി ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് ആർ ദ ക്യാരക്ടേഴ്സ് അറ്റ് ദിസ് പോയിന്റ്. ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡും പിന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടറായ ടില്ലുമാണ് നമ്മളിപ്പോൾ ഈ കണ്ട പാരാഗ്രാഫ്സിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ക്യാരക്ടർ ഓഫ് ടിൽ? ഈസ് ഹി എ സീരിയസ് മാൻ ഓർ വൺ വിത്ത് എ സെൻസ് ഓഫ് ഹ്യൂമർ? ഹൗ ഡിഡ് യു നോ ദിസ്? അപ്പോൾ നമ്മുടെ ടിൽ എങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ? നമ്മൾ കണ്ടു അല്ലേ ടിൽ എങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഭയങ്കര ജീനിയസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് തോന്നിയത് അല്ലേ? ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ടിൽ ഈസ് പേഴ്സൺ ഹു വാണ്ടേഴ്സ് ഫ്രം കോർട്ട് ടു കോർട്ട് അല്ലേ? ഒരു കോർട്ടിൽ നിന്ന് മറ്റൊരു കോർട്ടിലേക്ക് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ വാണ്ടേഴ്സ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഹീസ് എ മാൻ വിത്ത് എ ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. കണ്ടോ, നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ളൊരു വ്യക്തിയാണ്. ഹിസ് അപ്പിയറൻസ് ആൻഡ് മാനറിസം മേക്ക് അസ് തിങ്ക് സോ. പക്ഷേ അങ്ങേരുടെ ആ ഒരു അപ്പിയറൻസും ആ മാനറിസവും നമുക്കങ്ങനെ തോന്നുമെന്നാണ് പറയുന്നത്. സോ ഹി വാസ് ലൈക്ക് എ ഹ്യൂമർ സെൻസ് ഉള്ളൊരു മനുഷ്യനാണെന്നും അതിൻ്റെ അപ്പിയറൻസും മാനറിസവും അത് തോന്നിക്കുന്നുണ്ടെന്നുമാണ് നമുക്ക് ആൻസറിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ പാരാഗ്രാഫ്സിലെ 3 ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് വായിച്ചിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി ആൻസർ ചെയ്ത് പോവാം കേട്ടോ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും.
സോ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസസ് ഒക്കെ മനസ്സിലായോ? ഫസ്റ്റ് പാരഗ്രാഫ്, അത് കഴിഞ്ഞിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് അടുത്ത കുറച്ച് പാരഗ്രാഫ്സിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയാണ് നിർത്തിയത്? പുതിയൊരു ക്യാരക്ടറിനെ കണ്ടു, ക്യാപ്റ്റൻ. ആൻഡ് ഹീ ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ടിൽ ആൻഡ് ഹീ ആസ്ക്ഡ് ടു ടിൽ ദാറ്റ് വേർ ഡു യു കം ഫ്രം. അപ്പോൾ നമ്മുടെ ടിൽ ആൻസർ ചെയ്യുകയാണ്. എന്താണ് ആൻസർ ചെയ്തത്? ഫ്രം ഫ്ലാൻഡേഴ്സ് റിപ്ലൈഡ് ടിൽ. ഇപ്പോൾ ടില്ല് എന്താ റിപ്ലൈ ചെയ്തത്? ഞാൻ ഫ്ലാൻഡേഴ്സിൽ നിന്നുമാണ് വരുന്നതെന്ന് റിപ്ലൈ ചെയ്തു. നമുക്ക് അവിടെ ഒരു പിക്ചറൊക്കെ കാണാം അല്ലേ? ഒരു പാലസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് നമുക്കവിടെ കാണാം. ദെൻ അടുത്തത് എന്താ ചോദിച്ചത്? വാട്ട് ഡു യു വാണ്ട്? നമ്മുടെ ക്യാപ്റ്റൻ ടില്ലിനോട് ചോദിച്ചു, വാട്ട് ഡു യു വാണ്ട്? നിനക്ക് എന്താണ് വേണ്ടത്? ഓക്കെ, വാട്ട് ഡു യു വാണ്ട്? I should like to show His Highness the Archduke one of my paintings. I am a painter. നമ്മൾ ഹിസ് ഹൈനസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ രാജാക്കന്മാരെയൊക്കെ വിളിക്കില്ലേ, അങ്ങയുടെ അങ്ങനെ ഒരു ബഹുമാനത്തോടെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് നമ്മൾ വിളിക്കുന്നതിനെയാണ്, അങ്ങനെ ഒരു അതിനെയാണ് നമ്മൾ ഹിസ് ഹൈനസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഹിസ് ഹൈനസ്. ഐ ഷുഡ് ലൈക്ക് ടു ഷോ ഹിസ് ഹൈനസ് ദ ആർച്ച് ഡ്യൂക്ക് വൺ ഓഫ് മൈ പെയിൻറ്റിങ്. എൻ്റെ ഒരു പെയിൻറ്റിങ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണ് നമ്മുടെ ടില്ല് നമ്മുടെ രാജാവിനോട് സംസാരിക്കുന്നത്. ഞാനൊരു പെയിൻറ്ററാണ്, ഞാനൊരു പെയിൻറ്റിങ് കാണിക്കാൻ വന്നതാണ്. വെൽ, ഇഫ് യു ആർ എ പെയിൻറ്റർ, ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ്, യു മേ കം ഇൻ, സെഡ് ദ ക്യാപ്റ്റൻ സംവാട്ട് ഇംപ്രസ്ഡ്. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ എന്തു പറഞ്ഞു? ഹി റിപ്ലൈഡ് ദാറ്റ്, വെൽ, നിങ്ങളൊരു പെയിൻറ്റർ ആണെങ്കിൽ, ഇഫ് യു ആർ എ പെയിൻറ്റർ, നിങ്ങൾ ഒരു പെയിൻറ്റർ ആണെങ്കിൽ, ആൻഡ് ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ്, നിങ്ങൾ ഫ്ലാൻഡേഴ്സിൽ നിന്നുമാണ് വന്നതെങ്കിൽ, യു മേ കം ഇൻ, നിങ്ങൾക്ക് അകത്തേക്ക് വരാം. യു മേ കം ഇൻ മീൻസ് വാട്ട്? നിങ്ങൾക്ക് അകത്തേക്ക് വരാം. സെഡ് ദ ക്യാപ്റ്റൻ സംവാട്ട് ഇംപ്രസ്ഡ്. ഇംപ്രസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? ബോധിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഫ്ലാൻഡേഴ്സിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അകത്തേക്ക് വരാമെന്ന് നമ്മുടെ ക്യാപ്റ്റൻ ഭയങ്കര ഇംപ്രസ്ഫുള്ളി നമ്മുടെ ടില്ലിനോട് പറഞ്ഞു. ദ ക്യാപ്റ്റൻ ന്യൂ ദാറ്റ് ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ് ആൻഡ് ദെയർ പിക്ചേഴ്സ് വെർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്. അപ്പോൾ എന്താണ് സത്യാവസ്ഥ? എന്താണ്? നമ്മുടെ ക്യാപ്റ്റൻ അറിയായിരുന്നു. എന്താണ് അറിയാവുന്നത്? ക്യാപ്റ്റൻ ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാവുന്നത്. ന്യൂ ദാറ്റ് ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ്. ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ് എങ്ങനെയാണ്? ഫ്ലെമിഷ് പെയിൻറ്റേഴ്സും അവരുടെ പെയിൻറ്റിങ്സും, ദെയർ പെയിൻറ്റിങ്സും, ദ പിക്ചേഴ്സ് ഓർ പെയിൻറ്റിങ്സ് വെർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്. ഇപ്പോൾ യൂറോപ്പിൽ പല സ്ഥലത്തും, അല്ലെങ്കിൽ ഓൾ ഓവർ വേൾഡിൽ തന്നെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റേഴ്സ് താമസിക്കുന്ന ഒരു സ്ഥലമാണെന്തെന്ന് പറയുന്നത് ഫ്ലാൻഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആർക്കറിയായിരുന്നു? നമ്മുടെ ക്യാപ്റ്റൻ അറിയായിരുന്നു. അതുകൊണ്ടാണ് ടില്ലിനോട് അവിടെ നിന്ന് വന്നു എന്ന് അറിഞ്ഞപ്പോൾ അകത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. ആൻഡ് ടിൽ വാസ് പ്രസൻറ്റഡ് ടു ദി ആർച്ച് ഡ്യൂക്ക്. അങ്ങനെ നമ്മുടെ ആർച്ച് ഡ്യൂക്കിന് മുൻപിൽ നമ്മുടെ ടില്ലിൻ്റെ പെയിൻറ്റിങ് പ്രസൻറ്റ് ചെയ്തു. He saluted the Archduke 3 times and stood before him with his head bowed. അങ്ങനെ നമ്മുടെ ആർച്ച് ഡ്യൂക്കിൻ്റെ മുൻപിൽ നമ്മുടെ ടില്ല് സല്യൂട്ട് ചെയ്തു. സല്യൂട്ട് ചെയ്യാറില്ല, അങ്ങനെ സല്യൂട്ട് ചെയ്തിട്ട് 3 പ്രാവശ്യം എന്ത് ചെയ്തു? ഹെഡ് ഇങ്ങനെ ബോ ചെയ്തു. നമ്മളിങ്ങനെ പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ബോ ചെയ്തുകൊണ്ട് അങ്ങനെ റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണല്ലേ രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കുന്ന കുറേ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അല്ലേ? അപ്പോൾ ഇതാണ് പറയുന്നത്. നമ്മുടെ ടില്ല് 3 പ്രാവശ്യം തല ഇങ്ങനെ ബോ ചെയ്തിട്ട് ഹി ബോഡ് 3 times ഹിസ് ഹെഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാപ്റ്റൻ ആൻഡ് ഹി സല്യൂട്ടഡ് ഹിം. മേ യുവർ ഹൈനസ് പാർഡൺ മീ ഫോർ മൈ റാഷ്നെസ് ഇൻ തിങ്കിങ് ദാറ്റ് വൺ ഓഫ് മൈ പെയിൻറ്റിങ് വിൽ പ്ലീസ് യുവർ ഹൈനസ്. അപ്പോൾ എന്താ പറഞ്ഞത്? മേ യുവർ ഹൈനസ്, റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പറയാണ്. മേ യു ഹൈനസ് പാർഡൺ. പാർഡൺ എന്ന് വെച്ചാൽ എന്താണ്? എന്നോട് ക്ഷമിക്കൂ. മീ ഫോർ മൈ റാഷ്നെസ് ഇൻ തിങ്കിങ്, എൻ്റെ ചിന്തയിൽ വന്ന ഒരു
അല്ലെങ്കിൽ ഒരു വരണ്ട ചിന്ത. റാഷ്നെസ് എന്ന് പറഞ്ഞാൽ വരണ്ട ചിന്ത, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നുക എന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ റാഷ്നെസ് ഇൻ തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, റാഷ്നെസ് ഇൻ തിങ്കിങ് ദാറ്റ് വൺ ഓഫ് മൈ പെയിൻറ്റിങ് വിൽ പ്ലീസ് യുവർ ഹൈനസ്. നിങ്ങളുടെ മുൻപിൽ എൻ്റെ ഈ ഒരു പെയിൻറ്റിങ് എനിക്ക് വെക്കാൻ കഴിഞ്ഞു, അതെൻ്റെ ഒരു ചിന്താഗതിയാണ്, നിങ്ങൾക്ക് അത് ഇഷ്ടമായില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഓക്കെ, അതാണ് ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, മേ യുവർ ഹൈനസ് പാർഡൺ മീ ഫോർ മൈ റാഷ്നെസ് തിങ്കിങ് ദാറ്റ് വൺ ഓഫ് മൈ പെയിൻറ്റിങ് വിൽ പ്ലീസ് യുവർ ഹൈനസ്. ഓക്കെ, മനസ്സിലായോ ആ സെൻറ്റൻസ് എന്താണെന്ന്? ഇച്ചിരി ഡിഫിക്കൽട്ടാണ് ആ സെൻറ്റൻസ് മനസ്സിലാക്കാൻ. ഓക്കെ, നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. I have brought a picture of Our Lady the Virgin in her royal robes. അപ്പോൾ ആ പിക്ചർ എന്താണ്? ആ പിക്ചർ വരച്ചിരിക്കുന്നത് നമ്മുടെ ടില്ല ആരുടെ പിക്ചറാണ് വരച്ചിരിക്കുന്നത്? പ്രിൻസസിൻ്റെ, അവിടെയുള്ള പ്രിൻസസിൻ്റെ, അവർ ലേഡി എന്ന് പറഞ്ഞാൽ പ്രിൻസസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രിൻസസ്, ആ ഒരു വെർജിൻ ലേഡിയുടെ പിക്ചറാണ് ഞാൻ വരച്ചിരിക്കുന്നതെന്ന് പറയാണ്. റോയൽ റോബ്സ് എന്ന് പറഞ്ഞാൽ രാജകീയ കൊട്ടാരം അല്ലെങ്കിൽ രാജകീയമായ കസേരയിൽ ഇരിക്കുന്ന ഒരു രാജ്ഞിയുടെ പടമാണ് ആര് വരച്ചിരിക്കുന്നത്? ടില്ല് വരച്ചിരിക്കുന്നതെന്ന് നമ്മുടെ ക്യാപ്റ്റനോട് വിശദീകരിച്ച് കൊടുക്കുകയാണ്. ഐ ഹാവ് ബ്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിങ്ങിൻ്റെ പാസ്റ്റാണ് ബ്രോട്ട്. ഓക്കെ, ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഐ ഹാവ് ബ്രോട്ട് എ പിക്ചർ ഓഫ് അവർ ലേഡി ദ വെർജിൻ ഇൻ ഹർ റോയൽ റോബ്സ്. I have painted it specially so that I may lay it at your noble feet. I have painted, ഇത് ഞാൻ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു പെയിൻറ്റിംഗ് ആണ്. അത് ഞാൻ നിങ്ങളുടെ നോബിൾ ഫീറ്റിൽ, കുലീനം എന്ന് പറഞ്ഞാൽ, നോബിൾ എന്ന് പറഞ്ഞാൽ റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മളിങ്ങനെ ഇതായിട്ട് വിളിക്കില്ലേ, നോബിളായിട്ടുള്ള, അല്ലെങ്കിൽ കുലീനമായ എന്നാണ് അതിൻ്റെ മീനിങ്. നോബിൾ ഫീറ്റിൽ ഞാൻ ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കുക. ലേ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ കിടക്കുക എന്നുള്ളൊരു മീനിങ് ആണ്, പക്ഷേ ഇവിടെ വെക്കുക എന്നുള്ളൊരു മീനിങ്ങിലാണ് അത് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ കാൽ കീഴിൽ ഞാൻ വെക്കുന്നു, മൈറ്റ്. ഐ മൈറ്റ് ലേ ഇറ്റ് അറ്റ് യുവർ നോബിൾ ഫീറ്റ്. ഓക്കെ, ടിൽ പോസ്റ്റ് എ ഫ്യൂ മൊമെൻറ്റ്സ് ഫോർ ഹിസ് വേർഡ്സ് ടു സിങ്ക് ഇൻ. എന്നിട്ട് എന്ത് ചെയ്തു? കുറച്ച് നേരം നമ്മുടെ ടില്ല് വേർഡ്സൊക്കെ ഒന്നും പറയാതെ കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് നിന്നു. സിങ്ക് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. ഇതെല്ലാം കൂട്ടിച്ചേർത്ത ശേഷം അദ്ദേഹം കുറച്ചു നേരം എന്ത് ചെയ്തു? മിണ്ടാതെ നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ദെൻ ഹീ കണ്ടിന്യൂഡ്, പിന്നെ തുടർന്നു. എന്താണ് തുടർന്നത്? യു മസ്റ്റ് ഫോർഗീവ് മീ, നിങ്ങൾ എന്നോട് വീണ്ടും ക്ഷമിക്കണം. നേരത്തെ ഒരു ക്ഷമാർപ്പണം നടത്തി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ, ഇനി അടുത്ത കുറച്ച് നേരം മിണ്ടാതെ നിന്നിട്ട് അടുത്ത കുറച്ച് കാര്യങ്ങളും കൂടി നമ്മുടെ ടില്ല് പറയുന്നു. യു മസ്റ്റ് ഫോർഗീവ് മീ യുവർ ഹൈനസ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. റെസ്പെക്ട്ഫുള്ളായിട്ട് ഹൈനസ് എന്ന് വിളിക്കുന്നു. ഇഫ് ഐ ഹാവ് ഡെയർഡ് ടു ഹോപ്പ് ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു. ഇപ്പം ഞാൻ പറയാണ്, ഈ ഒരു പിക്ചർ നിങ്ങളെ സ്വാധീനപ്പെടുത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ഹാവ് ഡെയർഡ് ടു ഹോപ്പ് ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു. പെർഹാപ്സ് യുവർ ഹൈനസ് മൈറ്റ് വിഷ് ടു ഓഫർ മീ ദ ചെയർ ഓഫ് യുവർ കോട്ട്. അപ്പോൾ അടുത്തത് എന്താണ് അദ്ദേഹം ചോദിച്ചത്? എന്നിരുന്നാലും, പെർഹാപ്സ് എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും, യുവർ ഹൈനസ് മൈറ്റ് വിഷ് ടു ഓഫർ മീ ദ ചെയർ ഓഫ് യുവർ കോട്ട്. നിങ്ങളുടെ കോട്ടിലുള്ള ഒരു ചെയർ എനിക്ക് ഓഫർ ചെയ്യാമോ എന്നാണ് ആര് ചോദിച്ചത്? നമ്മുടെ ടില്ല് കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ക്യാപ്റ്റനോട് ചോദിച്ചത്. ഓക്കെ ആണോ ഇത്രയും? ഓക്കെ, ശരി. സോ ഡിയർ സ്റ്റുഡൻസ്, നമുക്കിനി അടുത്ത് നോക്കാനുള്ളത് എന്താണ്? നമുക്ക് ആ 4th and 5th ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ. ആ പേജിൽ തന്നെ വരുന്ന 4th and 5th ക്വസ്റ്റ്യൻസ് എന്താണെന്നൊന്ന് വായിച്ചേ. ഈസ് ദർ എ ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ക്യാപ്റ്റൻ? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? എന്താണ്? ഈസ് ദർ എ ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ക്യാപ്റ്റൻ? ക്യാപ്റ്റൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? എന്താണ് ആ ഒരു ചേഞ്ച് വരാനുള്ള റീസൺ എന്താണ്? നിങ്ങൾക്ക് അറിയാം അല്ലേ, എന്താണ്? യെസ്, ബിക്കോസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ടിൽ വാസ് എ ഫ്ലെമിഷ് പെയിൻറ്റർ. അപ്പോൾ ഫ്ലാൻഡേഴ്സിലുള്ള ഈ പെയിൻറ്റേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ഫേമസ് ആണെന്ന് ആർക്കറിയായിരുന്നു? നമ്മുടെ ക്യാപ്റ്റൻ അറിയായിരുന്നു. ദ ക്യാപ്റ്റൻ നോസ് ദാറ്റ് ദ ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ് ഓർ ദി ഫ്ലാൻഡേഴ്സ് പെയിൻറ്റേഴ്സ് വർ ഫേമസ് ഓൾ ഓവർ ദ വേൾഡ് വിത്ത് ദെയർ പെയിൻറ്റിങ്സ്.
അതുകൊണ്ട് എന്ത് ചെയ്തു നമ്മുടെ ക്യാപ്റ്റൻ, നിങ്ങൾക്ക് ക്യാപ്റ്റൻ ഈ ഒരു കോർട്ടിൻ്റെ അകത്തേക്ക് വരാം, ഓർ എന്ത് പറഞ്ഞു, യു മേ കമൻ എന്ന് പറഞ്ഞു നമ്മുടെ ക്യാപ്റ്റൻ നമ്മുടെ തില്ലിനോട് പറയുകയാണ് ചെയ്തത്. ദി ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ് തിൽ വാസ് എ ഫ്ലെമിഷ് പെയിൻറ്റർ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the language used by Till when he speaks to the Archduke shows his respect for him. Pick out a few instances which show this. ഇപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ആർച്ച് ഡ്യൂക്കിൻ്റെ അടുത്ത് വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണ് ആര് ബിഹേവ് ചെയ്തത്, നമ്മുടെ ടില്ല് ബിഹേവ് ചെയ്തതല്ലേ. അപ്പോൾ നമ്മൾ കണ്ടു കുറച്ച് സെൻറ്റൻസുകളിൽ ഹിസ് ഹൈനസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടില്ല് വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് വിളിക്കുന്ന കുറച്ച് സെൻറ്റൻസുകളുണ്ട് അല്ലേ. നിങ്ങൾക്ക് അതൊന്ന് നോട്ട് ചെയ്യാൻ പറ്റുമോ ഈ ഒരു പാരാഗ്രാഫിൽ നിന്ന്? ഒന്ന് പറഞ്ഞേ, നമുക്ക് അതൊന്ന് നോക്കാം. ഏതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത ആ സെൻറ്റൻസുകൾ? ഇതിലൊന്ന് നോട്ട് ചെയ്തേ, ആ സെൻറ്റൻസുകൾ ഏതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. ഏതൊക്കെ സെൻറ്റൻസുകളിലാണ് നമ്മുടെ ടില്ല് നമ്മുടെ രാജാവിനെ അല്ലെങ്കിൽ ക്യാപ്റ്റനെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് നോട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് സെൻറ്റൻസുകളുണ്ട്. അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തേ. ഏതൊക്കെയാണ്? ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഐ ഷുഡ് ലൈക്ക് ടു ഷോ യു ഹിസ് ഹൈനസ്. കണ്ടോ, ഹിസ് ഹൈനസ് ദ ആർച്ച് ഡ്യൂക്ക് വൺ ഓഫ് മൈ പെയിൻറ്റിങ് ഐ ആം എ പെയിൻറ്റർ എന്ന് പറയുന്ന സിറ്റുവേഷനുണ്ട്. പിന്നെന്താണ്, പിന്നെ ഏതാണുള്ളത്? ഇപ്പുറത്താണല്ലേ. പിന്നെന്താണ്, മേ യുവർ ഹൈനസ് എന്ന് പറയുന്നതുണ്ട്. പിന്നെന്താണ്, വിൽ പ്ലീസ് യുവർ ഹൈനസ്. പിന്നെ യുവർ ഹൈനസ്. അങ്ങനെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു റെസ്പെക്റ്റ് കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് സെൻറ്റൻസുകൾ ഈ ഒരു പാരാഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ സെൻറ്റൻസുകളാണ് ഇവിടെ ഉണ്ടല്ലേ. പെർഹാപ്സ് യുവർ ഹൈനസ്. അങ്ങനത്തെ സെൻറ്റൻസുകളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ ക്വസ്റ്റ്യനിൽ. നമുക്കതൊന്ന് നോക്കാം കേട്ടോ. ആൻസർ എന്താണ്? ദ വേർഡ്സ് മേ യുവർ ഹൈനസ്, പാർഡൻ മീ, ഐ മേ ലേ ഇറ്റ് അറ്റ് യുവർ നോബിൾ ഫീറ്റ്, ഷോ സ്റ്റിൽ റെസ്പെക്ട് ഫോർ ദി ആർച്ച് ഡ്യൂക്ക്. എന്തൊക്കെയാണ്? ദ വേർഡ്സ് ലൈക്ക് മേ യുവർ ഹൈനസ്, പാർഡൻ മീ, നിങ്ങളുടെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് വിളിച്ചിട്ട് എന്താ പറയുന്നത്? എന്നോട് ക്ഷമിക്കണം. പിന്നെന്താണ്? ഐ മൈറ്റ് ലേ അറ്റ് ഇറ്റ് യുവർ നോബിൾ ഫീറ്റ്, നിങ്ങളുടെ കുലീനമായ ഈ ഒരു ഫീറ്റിൽ ഞാൻ എൻ്റെ ഈ പിക്ചർ വെച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. ആൻഡ് ഇതൊക്കെ എന്ത് കാണിക്കുന്നതാണ്? റെസ്പെക്റ്റ്ഫുള്ളായിട്ട് നമ്മൾ വിളിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ ലൈഫിലും ഉണ്ടാവും അല്ലേ, നമ്മൾ നമ്മുടെ പാരൻസിനെ റെസ്പെക്റ്റ്ഫുള്ളായിട്ടില്ലെങ്കിൽ നമ്മളെക്കാട്ടും മൂത്ത ഒരാളെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെസ്പെക്റ്റ്ഫുള്ളായിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ത്രൂ ഔട്ട് ലൈഫിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണല്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മീനിങ്സ് ആണ്. ആ രണ്ട് പാരാഗ്രാഫ്സിൽ അല്ലെങ്കിൽ അത്ര എടുത്ത പാരാഗ്രാഫ്സിൽ നിന്ന് കുറച്ച് മീനിങ്സ് അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സ് ഉണ്ട്. സോ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിൽ വരുന്ന ഫസ്റ്റ് വേർഡാണ് ഡിസ്മൗണ്ട്. ഡിസ്മൗണ്ട് വേർഡ് നിങ്ങൾ ആ പാരാഗ്രാഫിൽ എവിടെയാണ് കണ്ടത്? നമ്മുടെ തില്ല് കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങുന്നു എന്ന് പറഞ്ഞ ആ ഒരു സെൻറ്റൻസിൽ ഡിസ്മൗണ്ട് എന്ന് പറഞ്ഞൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഡിസ്മൗണ്ട്? ടു ഗെറ്റ് ഓഫ് എ ഹോഴ്സ്, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബൈസൈക്കിളിൻ്റെ പുറത്തുനിന്നോ അല്ലെങ്കിൽ കുതിരയുടെ പുറത്തുനിന്നോ ഇറങ്ങുന്നതിനെയാണ് നമ്മൾ ഡിസ്മൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്മൗണ്ട് എന്തെങ്കിലും ഒരു ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ എന്താണത്? വെർബാണല്ലേ. ഡിസ്മൗണ്ട്. ആൻഡ് നെക്സ്റ്റ് വേർഡ് ഈസ് ലോഫർ. ലോഫർ എന്താണ്? എ പേഴ്സൺ ഹു വേസ്റ്റ് ഹിസ് ടൈം ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ്. അതായത് ഒരു വർക്കൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ലോഫേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ദെൻ റാഷ്. വാട്ട് യു മീൻ ബൈ റാഷ്? ഡൂയിങ് സംതിങ് വിതൗട്ട് കെയർഫുൾ. ഒരു കെയർഫുൾ ഇല്ലാതെ ഒരു കാര്യം ചെയ്യുന്നതിനാണ് നമ്മൾ റാഷ് എന്ന് പറയുന്നത്. റാഷ് മീൻസ് ഡൂയിങ് സംതിങ് വിതൗട്ട് കെയർഫുൾ. ദ നെക്സ്റ്റ് വേർഡ് ഈസ് റോഡ്. വാട്ട് യു മീൻ ബൈ റോഡ്? റോഡ് എന്താ? ഓടിക്കുന്നത്, റൈഡ്, ഓടിക്കുക അല്ലെങ്കിൽ സഫാരി ചെയ്യുന്നതിനാണ് നമ്മൾ റോഡ് എന്ന് പറയുന്നത്. പാസ് ഫോം ആട്ടോ. ആൻഡ് ബുച്ചർ. ബുച്ചർ എന്താ? person whose trade is cutting up and selling meat in a shop. അല്ലെങ്കിൽ
ഒരു ഇറച്ചിവെട്ടുകാരനെയാണ് നമ്മൾ ബുച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? വേർഡ്സ് എന്തൊക്കെയാണ്? ഡിസ്മൗണ്ട്, ലോഫർ, റാഷ്, റോഡ് ആൻഡ് ബുച്ചർ. ഒരു ദിവസം നിങ്ങൾ 5 വേർഡ്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വൊക്കാബുലറി നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഡിസ്മൗണ്ട് മീൻസ് to get off. Loafer means a person who wastes his time. Rash means doing something without careful. Rod means ride. Butcher, person whose trade is cutting up and selling meat in a shop. All of you get that meanings? Okay, students. So dear students, I hope all my dear students were understood about those paragraphs. Do you have any doubt? Please feel to ask me, and we just see in our next class. Before that, all of you please read that paragraphs once more and find out the question answers, and I also gave that question answers for you, and all of you write that question answers to your notebook. And this is about today's class, so we will meet our next class. So thank you, students.